നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് വീണ്ടും പിടികൂടി. തളിക്കുളം പത്താങ്കല്ല് കോപ്പൂർ വീട്ടിൽ 25 വയസ്സുള്ള അഭിഷേകാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം മണിക്കൂറുകൾക്കകം വീണ്ടും അറസ്റ്റിലായത്. ഇതര സംസ്ഥാന സ്വദേശിയെ അഭിഷേക് ഇരുമ്പുവടി ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ചയാണ് അഭിഷേകിനെ വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടന്നിരുന്ന അഭിഷേക് ഞായറാഴ്ച രാവിലെ കുടിക്കാൻ വെള്ളം ചോദിച്ചതിനെ തുടർന്ന് പോലീസുകാർ വെള്ളം കൊടുത്തിരുന്നു. പിന്നീട് രാവിലെ 7ഓടെ ഇയാൾ ഗ്രില്ലിനിടയിലൂടെ കൈയിട്ട് താഴെ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കൂടുതൽ പോലീസ് എത്തി അഭിഷേകിനെ കണ്ടെത്താൻ വ്യാപകമായ തിരച്ചിലിനിടയിൽ അഭിഷേകിനെ മണിക്കൂറുകൾക്കകം തളിക്കുളത്ത് നിന്ന് തന്നെ പിടികൂടുകയായിരുന്നു. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വലപ്പാട് എസ്എൻ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ 10ാമത് വാർഷികാഘോഷം നടന്നു. സിനിമാ താരം കലാഭവൻ നവാസ് ഉദ്ഘാടനം ചെയ്തു. അതിനൊക്കെ മാതൃകയാക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കർമ്മങ്ങൾ തന്നെയാണ്. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. 10 വർഷം ഒരു വലിയ കാലയളവ് തന്നെയാണ്. സാധാരണ ഏത് സംഘടന തുടങ്ങിയാലും, ഞാനൊക്കെ കുറേ വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോകുന്നതാണ്. പണ്ട് 5ഓ 6ഓ ഒക്കെ സംഘടന ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒന്നിൽ നിന്ന് തന്നെ അടികൂടിയും ചീത്ത വിളിച്ചും മറ്റു പല സംഘടനകൾ തുടങ്ങിയപ്പോൾ 100 150 ഉണ്ട്. ഒരു നാട്ടിൽ തന്നെയുള്ള ആളുകളുടെ കാര്യം പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ അസോസിയേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രിവാൻഡ്രം അസോസിയേഷൻ, കോട്ടയം അസോസിയേഷൻ, അങ്ങനെ പല അസോസിയേഷൻ്റെ പരിപാടികൾക്ക് തന്നെ ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട്. ഞാൻ ഒന്നിനെടുത്ത് പറയുന്നതല്ല. അസോസിയേഷൻ പ്രസിഡന്റ് TG ഗിരി അധ്യക്ഷനായി. സെക്രട്ടറി P പുരുഷോത്തമൻ, വലപ്പാട് സബ് ഇൻസ്പെക്ടർ സാബു, സീരിയൽ താരം മുനാവ്, ബ്ലോക്ക് മെമ്പർ CR ഷൈൻ, പഞ്ചായത്ത് അംഗം അനിത ത്രിദീപ് കുമാർ, സോണിയ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സാൻസ്ക്രിറ്റ് അദ്വൈത വേദാന്തത്തിൽ 1ാം റാങ്ക് നേടി രാഷ്ട്രപതിയുടെ മെഡലിന് അർഹയായ KV വൈഷ്ണവിനെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും GM മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടിക്കിനും മിഴിപ്പീലി മെല്ലെ തഴുകി നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പറവകൾക്ക് ഒരിറ്റ് ദാഹജലം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു. 100ഓളം ദാഹജലം നൽകുന്നതിനു വേണ്ടിയുള്ള പാത്രങ്ങൾ NSS വിദ്യാർത്ഥികൾ ശേഖരിക്കുകയും വിവിധ സ്ഥലങ്ങളിലും അവരുടെ സ്വന്തം വീടുകളിലും വെച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസ്തുത പരിപാടിയിൽ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് നേതൃത്വം നൽകുകയും ആദ്യത്തെ ദാഹജലത്തിനുള്ള പാത്രം NSS ശ്രീലക്ഷ്മിക്ക് കൈമാറുകയും ചെയ്തു. എല്ലാ NSS വോളണ്ടിയേഴ്സും അധ്യാപകരായ ഷൈജ EB, സിന്ധു KJ, നിഷ പ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ കൗൺസിൽ നാഷണൽ മുസബ ആർട്സ് മത്സരത്തിൽ ഖുർആൻ പാരായണ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി 1ാം സ്ഥാനം കരസ്ഥമാക്കി കഴിമ്പ്രം ദാറുൽ കൗസർ മദ്രസയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാനി. മതിലകം റേഞ്ച് 165 നമ്പർ കഴിമ്പ്രം ദാറുൽ കൗസർ മദ്രസയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായ മുഹമ്മദ് സൈനുദ്ദീൻ ഇൻഫാനിയാണ് നാഷണൽ മുസബ ആർട്സ് മത്സരത്തിൽ ഖുർആൻ പാരായണ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അമ്പലത്ത് വീട്ടിൽ അഹമ്മദ് ഫൈസി, റഹീമ എന്നിവരുടെ മകനും മർഹൂം വലിയുല്ലാഹി സൈനുദ്ദീൻ ഹാജിയുടെ പേരക്കുട്ടിയുമാണ് മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാനി. മദ്രസയിൽ നടക്കുന്ന പരിപാടിയിലും മജ്ലിസ് നൂർ ബുർദ എന്നിവയിൽ നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. 1ാം സമ്മാനം നേടിയ മുഹമ്മദ് സൈനുദ്ദീൻ
ഇർഫാനിക്ക് നാടിൻ്റെയും വിവിധ സംഘടനകളുടെയും മഹൽ കമ്മിറ്റിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും അഭിനന്ദന പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാടാനപ്പള്ളി ശാന്തി റോഡ് കുടുംബ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സംഗമവും ശാന്തി റോഡ് മുഖ്യ കവാടത്തിന്റെ ഉദ്ഘാടന ചടങ്ങും സംഘടിപ്പിച്ചു. ഓർഫനേജ് പരിസരത്ത് നടത്തിയ മുഖ്യ കവാടത്തിന്റെ ഉദ്ഘാടന കർമ്മം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SHO ബിനു നിർവഹിച്ചു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് പങ്കെടുത്തില്ലെങ്കിൽ അതൊരു അഹങ്കാരമായിട്ട് മാറും. തന്നെയല്ല, ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകൾ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുൻകാലങ്ങളിലുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിടത്ത് വേറൊരു പേരിലാണെങ്കിലും റെസിഡൻസ് അസോസിയേഷനുകൾ ബന്ധപ്പെട്ട് നമ്മുടെ സുരക്ഷാ കാര്യങ്ങൾക്കാണെങ്കിലും മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ പരസ്പരം വിശ്വാസം ഉണ്ടാക്കാനും ജീവിത സാഹചര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനുമായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടായ്മകളെ എന്നും പോലീസ് ഒരു നല്ല രീതിയിലും നല്ല സഹകരണത്തോടു കൂടിയാണ് കാണുന്നത്. ശാന്തി റോഡ് കൂട്ടായ്മ പ്രസിഡന്റ് PV സുഗുണസൂര്യൻ അധ്യക്ഷതയായി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി വിശിഷ്ടാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ രേഖ അശോകൻ, നൌഫുൽ വലിയകത്ത, മജീഷ്യൻ സുരേഷ്, കുടുംബ കൂട്ടായ്മ സെക്രട്ടറി A ബഷീർ, ട്രഷറർ രവീന്ദ്രൻ ഇണാറൻ, രക്ഷാധികാരികളായ CV സുനിൽകുമാർ, A അബ്ദുള്ളക്കുട്ടി, ഖാലിദ് എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ആകെ നമ്മൾ ആകാശം പോലെ പരന്നു കിടക്കുന്ന എല്ലാ വീടിൻ്റെയും ഉമ്മറത്തുകൂടെ മുറ്റത്തുകൂടെ നമുക്ക് പോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടായാലും അത് നമുക്കും കൂടി അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള അത്രയും സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. ഒരു ഇപ്പോൾ ഈ അടുത്ത അവസരത്തിൽ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു കവിതയാണ്. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ. അന്നൊക്കെ അങ്ങനെയാണ്. അങ്ങനെ എല്ലാ വീട്ടിലും 3 നേരം ഭക്ഷണം വെക്കലും അതില്ല. അന്ന് കുറേ ദാരിദ്ര്യവും കഷ്ടപ്പാടും. അപ്പോൾ എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് കൊണ്ടുവരുന്ന കുറച്ച് ധാന്യം ഒരു വീട്ടിൽ വേവുണ്ടെന്ന് വെച്ചാൽ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലും അത് എത്തും, അവരുടെ വിശപ്പ് മാറും എന്നാണ്. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രവർത്തക സമിതി യോഗം കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പാരിഷ് ഹാളിൽ ചേർന്നു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കൂത്തു പ്രവർത്തന സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ടശങ്കടവ് ഫൊറോന വികാരി ഫാദർ ജോസ് ചാലിക്കൽ അധ്യക്ഷനായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രൊമോട്ടർ ഫാദർ ആൻഡ്രോ ഒല്ലൂക്കാരൻ മുഖ്യാതിഥിയായി. കത്തോലിക്ക കോൺഗ്രസ് പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് അരുൺ ആന്റണി, സെക്രട്ടറി ബിമിൻ പെരുമാറ്റിൽ, ട്രഷറർ PI ബിജോയ്, വൈസ് പ്രസിഡന്റുമാർ പ്രിൻസ് പുലിക്കോട്ടിൽ, സീന ലോറൻസ്, ജോയിന്റ് സെക്രട്ടറിമാർ TL ജോസ്, സെൽജി ഷാജു എന്നിവരെ തെരഞ്ഞെടുത്തു. വാടാനപ്പള്ളി നടുവിൽക്കര പൗർണമി ക്ലബിനടുത്ത് താമസിക്കുന്ന പെരിങ്ങാട്ട് രഘുനാഥൻ മകൻ രഘിത് മരണപ്പെട്ടു. 22 വയസ്സായിരുന്നു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.